തെരുവിലെ സുവിശേഷനാദം എന്ന പേരിലെ പ്രോഗ്രാം, വീട് പണിയുന്ന ജ്ഞാനമുള്ള സ്ത്രീ എന്ന പ്രോഗ്രാം, ബൈബിൾ പ്രഭാഷണ പരമ്പരകളുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാം. ഇന്ന് രാവിലെ പാസ്റ്റർ കെ.എസ്. എബ്രഹാമിൽ നിന്ന് വളരെ അനുഗ്രഹീതമായൊരു സന്ദേശം ദൈവകൃപയെക്കുറിച്ച് നമ്മൾ കേൾപ്പാനിടയായി തീർന്നു. അടുത്തൊരു പ്രോഗ്രാം കടന്നു വരുന്നു. അത് പ്രതിസന്ധിയിൽ തളരാതെ എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അടുത്തതായിട്ട് കടന്നു വരാൻ പോകുന്നത്. ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ അഡ്മിൻസ് പ്രിയ ദാനിയൽ മുട്ടപ്പള്ളിയും ജോബിൻ ജോണും ഒക്കെ ചേർന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഇമ്മാനുവേൽ വോയിസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ദർശനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രത്യേകിച്ച് തെരുവിലെ സുവിശേഷനാദം എന്ന ഈ പ്രോഗ്രാമിലാണ് ഞാനായിരിക്കുന്നത്. അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, പരസ്യയോഗ പ്രവർത്തകരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവരുടെ അനുഭവങ്ങൾ കേൾക്കാനുമുള്ള അവസരമായിട്ടാണല്ലോ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ ഇപ്രകാരമുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് സുവിശേഷ വേല ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പട്ടണം തോറും ഗ്രാമം തോറും, അത് മാത്രമല്ല വീടുകളിലും ഭവനങ്ങളിലും താൻ അപ്രകാരമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി യേശുവിൻ്റെ ശിഷ്യന്മാരായ പ്രത്യേകിച്ച് ഫിലിപ്പോസ്, സ്റ്റേഫാനോസ്, ആദ്യ സഭയിലുള്ള അപ്രകാരമുള്ള ആളുകൾ, അവർ സുവിശേഷകന്മാരായിരുന്നു. അവരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് അവരും ഈ തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നതിൽ വളരെ ശക്തന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെയും പ്രധാനപ്പെട്ട സ്ഥലം തെരുവ് ഓരങ്ങളിൽ നിന്ന് അവർ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രധാനമായ സുവിശേഷ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഗ്രാമങ്ങളും പട്ടണങ്ങളുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, ഏതൊരു സാഹചര്യവും തനിക്ക് ലഭിച്ചോ അവിടെയെല്ലാം താൻ പ്രത്യേകിച്ച് ദേവാലയത്തിലൊക്കെ പ്രസംഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്നാൽ താൻ ഫിലിപ്പിയിലേക്ക് ചെന്നപ്പോൾ അവിടെ താൻ ഒരു പുഴവക്കത്തിരുന്ന നിന്നാണ് പ്രസംഗിച്ചത്. അതും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ തെരുവിലും ഇപ്രകാരം പുഴവക്കത്തും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ചതിന് വിശുദ്ധ വേദപുസ്തകത്തിലെ അടിത്തറ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, യേശു തൻ്റെ ശിഷ്യന്മാരെ താൻ ചെല്ലുവാനുള്ള അടുത്ത ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ടും അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യേശുക്രിസ്തു മുതൽ തൻ്റെ അരുമ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, ആദിമസഭ, ഇവരെല്ലാം ചെയ്തിരുന്ന ഒരു സുവിശേഷ പ്രവർത്തന മേഖലയായിരുന്നു പരസ്യയോഗങ്ങളെന്ന് ആർക്കും, വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ആർക്കും കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് ഭവന സന്ദർശനം ആണ് നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ആദിമ നൂറ്റാണ്ടിലെ സഭയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ദൈവസഭകളുടെ പ്രവർത്തന ശൈലിയാണെങ്കിലും അത് ഭവന സന്ദർശനങ്ങൾ, അതുമാത്രമല്ല കൂടാതെ ഇപ്രകാരമുള്ള പരസ്യയോഗങ്ങൾ, പ്രത്യേകിച്ച് കൺവെൻഷനുകൾ നടത്തുന്നുണ്ടെങ്കിലും പണ്ടൊക്കെ കൺവെൻഷൻ വളരെ അനുഗ്രഹമായിരുന്നു. അനേകം ആളുകൾ വന്ന് കൂടുമായിരുന്നു, സുവിശേഷം കേൾക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അപ്രകാരമുള്ള മെഗാ കൺവെൻഷനുകൾ അധികം പുറത്തുനിന്നുള്ള ആളുകൾ കടന്നു വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്രകാരമുള്ള സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖല അത് പരസ്യയോഗങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏകദേശം 12-13 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ സഭയിലെ ചെറുപ്പക്കാരും പെരുമ്പാവൂര് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള സഭകളിലുള്ള പ്രത്യേകിച്ച് IPC സഭയിലെയും ബ്രദറൻ ചർച്ചിലെയും ഞങ്ങളുടെ ശാരോൻ ചർച്ചിലെയും ചെറുപ്പക്കാർ ചേർന്ന് ഒരു സുവിശേഷ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതിന് ഗുഡ് ഹോപ്പ് എന്നാണ് പേരിട്ടിരുന്നത്. അങ്ങനെ ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ആ സംഘടനയിൽ ദൈവവചനം പഠിക്കുവാനും യുവാക്കളെ ഇപ്പോൾ അന്നത്തെ കാലത്തെ തെറ്റായ പ്രവണതയിൽ നിന്ന് അവരെ നേരായ ദിശയിലേക്ക് നയിക്കുവാനും ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയായിരുന്നു അപ്രകാരമുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. എന്നാൽ ആ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ കടന്നുപോയി അവിടെ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു.
അന്നത്തെ കാലത്ത് അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത അനേക ദേവദാസന്മാരുണ്ട്. പാസ്റ്റർ മാത്യു പാലത്തുങ്കൽ അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അന്ന് അദ്ദേഹം ഗോസ്പൽ ആക്ഷൻ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ശക്തമായി നിൽക്കുന്ന സമയമാണ്. കൂടാതെ പാസ്റ്റർ വില്യംസ് ഡാനിയൽ, അദ്ദേഹം ഇപ്പോൾ അബുദാബിയിലാണ്, അനുഗ്രഹീതനായ ഒരു കൺവെൻഷൻ പ്രഭാഷകനാണ്. അപ്പോൾ അദ്ദേഹം തുടർന്ന് ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെട്ട അനേക ചെറുപ്പക്കാർ ചേർന്ന് സുവിശേഷം എത്തുവാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ, വാഹനം കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ, ഞങ്ങൾ ഓർക്കുന്നു ഉന്തുവണ്ടിയിൽ സൗണ്ട് സിസ്റ്റവും ഉപകരണങ്ങളും ഒക്കെ ഞങ്ങൾ തള്ളിക്കൊണ്ടുപോയതും ചുമന്നുകൊണ്ടുപോയതും ബോക്സ് ചുമന്നതും ഒക്കെ ഓർക്കുന്നു. അന്നത്തെ എൻ്റെ പ്രധാന ജോലി എന്തെന്ന് ചോദിച്ചാൽ ഈ സാധനങ്ങൾ ചുമക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ജോലി. ആ പ്രായത്തിൽ ഈ ബോക്സ് ചുമക്കുക, മറ്റു സാധനങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അടുപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ എൻ്റെ ജോലി പ്രധാനമായിട്ട്. അങ്ങനെ ആ ഗുഡ് ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊരാശയമുണ്ടായി. ക്രിസ്മസ് ദിനങ്ങളിൽ 1989 കാര്യമാണ് ഞാൻ പറയുന്നത്. ക്രിസ്മസ് ദിനങ്ങളിൽ സുവിശേഷം ഭവനങ്ങളിൽ കടന്നുപോയി പറയണം എന്നുള്ളൊരു ചിന്ത. അതിനെന്ത് ചെയ്യും? ഈ പെന്തക്കോസ്ത് സമൂഹം അപ്രകാരമുള്ള കാര്യങ്ങൾക്ക് താല്പര്യം ഒട്ടും കാണിക്കാത്ത ആ കാലഘട്ടം, 1989 കാലഘട്ടത്തിൽ, അന്ന് ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ എതിർക്കുന്ന കാലഘട്ടം. അന്ന് ഞങ്ങളുടെ ഈ ഗുഡ് ഹോപ്പിലുള്ള സഹോദരന്മാർ അന്നത്തെ പാസ്റ്റർമാരെ എല്ലാം കണ്ട് ഞങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പോകുവാൻ, ഭവനങ്ങളിൽ കയറുവാൻ, രാത്രി പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു നക്ഷത്രം ഉപയോഗിക്കില്ല, പിന്നെ ക്രിസ്മസ് ഫാദറിൻ്റെ രൂപം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കാണുകയില്ല. ഞങ്ങൾ കടന്നു ചെന്നൊരു പാട്ട് പാടുകയും അവരോട് 2 മിനിറ്റിൽ യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് ഒന്ന് പ്രസംഗിക്കുകയും അതിനുശേഷം ഞങ്ങൾ അടുത്ത ഭവനത്തിലേക്ക് പോകുകയും പണം മേടിക്കുകയും ചെയ്യുകയില്ല എന്നുള്ള ഒരു കരാറിൽ അന്നത്തെ ആത്മീയ നേതൃത്വം ഞങ്ങൾക്ക് അതിന് അനുവാദം തന്നു. അങ്ങനെ ഞങ്ങൾ ഭവനങ്ങളിൽ കടന്നു ചെന്ന് ഇപ്രകാരമുള്ള പാട്ടുകൾ, ക്രിസ്തീയ പാട്ടുകൾ, നമ്മുടെ പാട്ടുപുസ്തകത്തിലുള്ള പഴയ പാട്ടുകൾ ഒക്കെ ഒരുമിച്ച് പാടി അതിനുശേഷം അല്പസമയം അവിടെ സുവിശേഷം പങ്കുവെക്കുവാനുള്ള ഒരു അവസരം, 2 മിനിറ്റ് അവരോട് യേശു എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നും യേശു വന്നിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണെന്നും പറയുന്ന അങ്ങനെയുള്ളൊരു സന്ദേശത്തിനും ഉള്ള അവസരമുണ്ടായിരുന്നു. അന്ന് എൻ്റെ സീനിയറായിട്ടുള്ള സഹോദരന്മാർ ചില ഭവനങ്ങളിൽ ഈ 2 മിനിറ്റ് സന്ദേശം പറയുവാനായിട്ട് എനിക്ക് അവസരം നൽകി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഭവനത്തിൻ്റെ മുമ്പിൽ നിന്ന് 10, 20, 25 ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്ന് പാട്ടുപാടി അതിനുശേഷം ഭവനത്തിലുള്ളവരോട് സുവിശേഷം പങ്കുവെക്കുന്ന ഒരു 2 മിനിറ്റ് സമയം. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ സുവിശേഷം അവിടെ പങ്കുവെക്കും, അടുത്ത ഭവനത്തിൽ പോവും. അങ്ങനെ പല ഭവനങ്ങളിൽ കടന്നുപോയി സുവിശേഷം പങ്കുവെച്ച സമയത്ത് ചില ഭവനങ്ങളിൽ ആ ചെറുപ്രായത്തിൽ 2 മിനിറ്റൊക്കെ എനിക്കും എൻ്റെ സീനിയറായിട്ടുള്ള സഹോദരന്മാർ അവസരങ്ങൾ നൽകി. എന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, അന്ന് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷേ അറിയാവുന്ന രീതിയിലൊക്കെ യേശു എന്തിനാ ഭൂമിയിൽ വന്നതെന്ന് അന്ന് ഞാൻ ആ ഭവനങ്ങളിലൊക്കെ പറഞ്ഞ ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിരുന്ന് ഓർക്കുകയായിരുന്നു. അതിന് ഈ ഇമ്മാനുവൽ വോയിസാണ് അതിനുള്ള ഒരു അവസരം നൽകി തന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, 10-32 വർഷം മുമ്പ് നടന്ന അപ്രകാരമുള്ള ആ അനുഭവങ്ങൾ അതെത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിരുന്നു. ഇന്ന് ഇവിടെ വരെ എത്തിപ്പെട്ടതിൻ്റെയൊക്കെ പിന്നിൽ ആ 2 മിനിറ്റ് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം ഞാൻ ആ പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു പിതാവിനെ എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഹാർവെസ്റ്റ് ഗോസ്പൽ ടീമിലെ ശമുവേലപ്പച്ചൻ, ഷാരോനിൽ താമസിച്ചുകൊണ്ടിരുന്ന ശമുവേലപ്പച്ചനെ ഞാൻ ഓർക്കുന്നു. ആ ശമുവേലപ്പച്ചൻ്റെ നേതൃത്വത്തിലാണ് ഹാർവെസ്റ്റ് ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു ഗോസ്പൽ ടീം ഉണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ട് അവരുടെ പദ്ധതികൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സുശേഷം അറിയാത്ത പാലക്കാട്, പിന്നീട് മലപ്പുറം, വയനാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഈ ജില്ലകളിൽ, തൃശ്ശൂർ, ഈ ജില്ലകളിൽ സുവിശേഷവുമായി കടന്നു പോകുന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ എൻ്റെ പിതാവ് പാസ്റ്റർ എബ്രഹാം ജോസഫ്, ഇവാഞ്ചലിലെ രാജൻ സാറ്, KR ജോസ് പാസ്റ്റർ, KJ ഫിലിപ്പ് പാസ്റ്റർ, KV ഷാജു പാസ്റ്റർ, KM ജോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഇവരൊക്കെ അന്ന് ഈ ഹാർവെസ്റ്റ് ഗോസ്പൽ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഈ വടക്കൻ മേഖലകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അന്ന് 10, 15, 16 വയസ്സുള്ള എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, ആ സമയത്ത് എനിക്ക് ഈ അവധി സമയങ്ങളിൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം ഈ എൻ്റെ പിതാവിൻ്റെയും
മറ്റുള്ള ഈ ദൈവദാസന്മാരുടെയും കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ഇവരിവിടെ യാത്ര ചെയ്ത പല കാര്യങ്ങളുണ്ട്, അത് ഒന്നും ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ട്രാക്റ്റ് കൊടുക്കാൻ ആയിട്ട് ആ 15, 14, 15, 16 വയസ്സുള്ള സമയത്ത് എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, പക്ഷെ ട്രാക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അന്ന് ഞാൻ അവരുടെ കൂടെ പോയി ട്രാക്റ്റ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു 15, 16 വയസ്സുള്ള സമയത്ത് ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ അവിടെ ഒരു 2 പെട്ടിക്കടയുണ്ട്. അവിടെ ഈ മറ്റഡോർ ഒരു വാഹനത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. 5-6 പേര് ഞങ്ങൾ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് ഈ വാഹനം നിർത്തിയപ്പോൾ ഈ വാഹനത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് KM ജോസഫ് എന്നാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം മൈക്കെടുത്ത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ബ്രദർ ബിജു ജോസഫ് പ്രസംഗിക്കുന്നു പറഞ്ഞു. ഞാൻ വണ്ടിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് തലറങ്ങുന്നത് പോലെയൊക്കെ തോന്നി. പെട്ടെന്ന് ഓടിച്ചെന്ന് മൈക്ക് ഞാൻ മേടിച്ചു, പക്ഷേ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ മൈക്ക് പിടിക്കും, ഞാൻ വണ്ടിയുടെ അകത്ത് കയറാം, എനിക്ക് പേടിയായിട്ട് വയ്യ. അതുകൊണ്ട് വാഹനത്തിന്റെ അകത്ത് കയറി ഞാനിരുന്നു, മറ്റൊരു വാഹനത്തിന്റെ അകത്ത് കയറിയിരുന്നു. ഈ ശമുവേലപ്പച്ചൻ, എൻ്റെ പിതാവ്, മറ്റ് പല ദൈവദാസന്മാരുള്ള സമയത്ത് ഞാൻ എന്ത് പ്രസംഗിക്കാൻ? എനിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ജീവിതയാത്ര എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് കിട്ടി. ആ ട്രാക്റ്റ് ഞാൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. ആ വാഹനത്തിലിരുന്ന് ഞാൻ ആ ട്രാക്റ്റ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു. എൻ്റെ ആദ്യത്തെ ഒരു പരസ്യയോഗ പ്രഭാഷണം അങ്ങനെയായിരുന്നു. ഒരു വാഹനത്തിന്റെ അകത്ത് കയറിയിരുന്ന് വളരെ ഭയത്തോടുകൂടി ജീവിതയാത്ര എന്ന് പറയുന്ന ട്രാക്റ്റ് വായിച്ചാണ് പരസ്യയോഗ പ്രഭാഷണം ആരംഭിക്കുന്നത്. അങ്ങനെ ഹാർവെസ്റ്റ് ഗോസ്പൽ ടീമിന്റെ കൂടെ പോയ സമയത്താണ് ആദ്യമായിട്ട് ഒരു പരസ്യയോഗത്തിന് ഇപ്രകാരമുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. പക്ഷേ കുറച്ച് നാളുകൾ എനിക്ക് പിന്നീട് അങ്ങനെയുള്ള പരസ്യയോഗ കാര്യങ്ങളിൽ പ്രസംഗിക്കാനുള്ള നൈപുണ്യമില്ലാത്തത് കൊണ്ട്, കഴിവില്ലാത്തത് കൊണ്ട്, വളരെ ഒരു ഷൈ ആയിരുന്നത് കൊണ്ട് ഞാൻ അപ്രകാരമുള്ള കാര്യങ്ങളിൽ താല്പര്യപ്പെട്ടില്ല. പക്ഷേ എൻ്റെ ഗുഡ് ഹോപ്പിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരന്മാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവർ പറഞ്ഞു, നീ അങ്ങനെ നിന്നാൽ പോരാ, നീ എന്തെങ്കിലുമൊക്കെ പറയണം. അങ്ങനെ ആദ്യം പരസ്യോഗത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് അവരുടെ കൂടെ നടക്കുമ്പോൾ അവർ നടത്തുന്ന ജംഗ്ഷനുകളിലൊക്കെ എനിക്ക് അവർ അവസരം നൽകി തന്നു. ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാം, എല്ലാവർക്കും പരസ്യയോഗം പ്രസംഗിക്കാൻ കഴിയുമില്ലായിരിക്കാം. പക്ഷേ കഴിവുള്ള ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിനചര്യ അല്ലെങ്കിൽ ഒരു ഭാഗമായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ വളരെ ഷൈയുള്ള, പബ്ലിക്കിന്റെ മുമ്പിൽ 4 വർത്തമാനം പറയുവാനായിട്ട് സാധിക്കാതിരുന്ന ഒരു പയ്യനായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് ഞങ്ങളുടെ സഭയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ വില്യംസ് ഡാനിയൽ എന്ന് പറയുന്ന അദ്ദേഹം, പിന്നെ മാത്യു പാലത്തുങ്കല്, മറ്റുള്ള സഹോദരന്മാർ, ഞാൻ സാമച്ചായനെ ഓർക്കുന്നു, സിബിച്ചായനെ ഓർക്കുന്നു, റെന്നിച്ചായനെ ഓർക്കുന്നു, അങ്ങനെ ഞങ്ങളുടെ സഭയിലുള്ള സണ്ണിയെ ഓർക്കുന്നു, ഇവരെല്ലാം ഓർക്കുന്നു. കാരണം അന്ന് എനിക്ക് വളരെ ഷൈയുള്ള കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൈപിടിച്ച് മുന്നോട്ട് ഗുഡ് ഹോപ്പിലൂടെ നടത്തിയത് ഈ സഹോദരന്മാരായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അവരെന്നെ അവസരങ്ങൾ നൽകി വളർത്തി, അവരെന്നെ മുൻപോട്ട് കൊണ്ടുവന്നു. അങ്ങനെ സുവിശേഷ പ്രഭാഷണ രംഗത്ത് ആ കാലഘട്ടങ്ങളിൽ അവരങ്ങനെയുള്ള അവസരം നൽകിയതുകൊണ്ട് ഇന്ന് ഇപ്രകാരമായി നിൽപ്പാനായിട്ട് ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി തരുന്നു. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ പ്രസ്ഥാനമായ CM-ൽ, ശാരം ഫെലോഷിപ്പ് ചർച്ചിന്റെ യുവജന പ്രസ്ഥാനമാണ് CM-ലൂടെ വളരുവാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ സെക്ഷൻ തലത്തിലും ഞങ്ങളുടെ സെൻട്രൽ തലത്തിലുമുള്ള അവസരങ്ങൾ എനിക്കുണ്ടായി. ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം ബൈബിൾ കോളേജിൽ പഠിച്ച കാലഘട്ടത്തിലും ഞാൻ പരസ്യയോഗത്തിന് പോകുമായിരുന്നു. അന്ന് പ്രിയ സാബു പോള്, മറ്റു പ്രിയ എൻ്റെ സ്നേഹിതന്മാരൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പരസ്യയോഗത്തിന് പോകുമായിരുന്നു. മാത്രമല്ല സിബി മാത്യു, പിന്നെ VP ഫിലിപ്പ്, പിന്നെ അങ്ങനെയുള്ള പ്രിയ സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടി പല സ്ഥലത്ത് പരസ്യയോഗത്തിന് ആ കാലഘട്ടത്തിൽ, എൻ്റെ ബൈബിൾ കോളേജ് പഠന കാലഘട്ടത്തിൽ കടന്നു പോകുവാൻ സുനിൽകുമാർ വേട്ടമല, ഇവരോട് ഒരുമിച്ച് പരസ്യയോഗത്തിന് പല സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ വടക്കൻ മേഖലകളിൽ കടന്നു പോകുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. CM-ലൂടെയാണ് പിന്നീട് ഞാൻ വളർന്നു വരുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി തന്നത്. CM-ന്റെ 50-ാമത്തെ വർഷം ഞാൻ അന്നത്തെ ജനറൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ആ ജനറൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 50-ാമത്തെ വർഷത്തിൽ 4 ഘട്ടങ്ങളായിട്ട് കേരളം മുഴുവനായിട്ട് പരസ്യയോഗങ്ങൾ നടത്തി. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് മലബാർ മുഴുവനായിരുന്നു. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി ജില്ലയായിരുന്നു. അതിനുശേഷം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ചേർത്ത് അവസാനമായിട്ട് കൊല്ലവും, അതിനുശേഷം
തിരുവനന്തപുരവും ചേർത്ത് 4 ഘട്ടങ്ങളിലായി നടത്തിയ പരിശോധനകൾ ഞാൻ ഇന്നും ഓർക്കുന്നു. ആ പരിശോധനകളിലും മലബാർ മേഖലയിലുള്ള പരിശോധനകൾക്ക് അന്ന് നേതൃത്വം കൊടുക്കാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി തന്നു കമ്മിറ്റിയോടുള്ള ബന്ധത്തിൽ. അങ്ങനെ അന്ന് ഏകദേശം മലബാർ മേഖലയിൽ മാത്രമായിട്ട് 50, 60, 70 പരിശോധനകൾ നടത്തുവാനുള്ള ഭാഗ്യം നൽകി. അന്നും പ്രിയ പാസ്റ്റർ ജോബൻ ജോസഫുമായിട്ടൊക്കെ അവരുടെ വീട്ടിൽ പോയി താമസിച്ച സംഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണിത്. അതിനുശേഷം പല സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ടീമായിട്ട് പല സ്ഥലങ്ങളിൽ കടന്നുപോയി പ്രവർത്തിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. വളരെ രസകരമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കോഴിക്കോട് ജില്ലയിൽ, എല്ലാം പറയുവാനായിട്ട് എനിക്ക് സമയമില്ലല്ലോ, കോഴിക്കോട് ജില്ലയിലെ മൈക്ക് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് മൈക്ക് തട്ടിപ്പറിച്ചു. മൈക്ക് തട്ടിപ്പറിച്ചപ്പോൾ ഒരു രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പോകാതെ ഞാൻ പിടിച്ചു നിന്നു. ആദ്യം വിചാരിച്ചു എന്താണ് ദൈവമേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്ന്. പക്ഷേ മൈക്ക് തട്ടിപ്പറിക്കാൻ ഈ മനുഷ്യൻ ഒരല്പം മദ്യം കഴിച്ചിട്ടുള്ള ഒരാളായിരുന്നു. വന്നതുകൊണ്ട് സംഭവിച്ച കാര്യം, ഒരു 10-30 ഓട്ടോറിക്ഷ ആ ജംഗ്ഷനിലുണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷക്കാരും അവിടെ നിന്ന് കടയിലുള്ള ആളുകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഇപ്പോൾ ഈ മദ്യപാനി ഞാനും തമ്മിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ വേണ്ടി ആളുകൾ വന്നു നിന്നു. സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എന്തുകൊണ്ടോ, ദൈവകൃപയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ, എൻ്റെ മൈക്കിൽ നിന്നുള്ള പിടിവിട്ട് എൻ്റെ കൂടെ നിന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ട് അടുത്ത ഒരു 10-15 മിനിറ്റ് പ്രസംഗിച്ചു. ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ട് 15 മിനിറ്റ് സംസാരിച്ചു. ഈ 15 മിനിറ്റും ഈ കടയിലുള്ള ആളുകളും ഈ ഓട്ടോറിക്ഷക്കാരും മുഴുവൻ എൻ്റെ പ്രസംഗം അവിടെ സശ്രദ്ധം ശ്രമിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് ഞാൻ പറഞ്ഞത് 50-ാമത്തെ വർഷത്തെ CM-ന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മലബാറിൽ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോടുള്ള ഒരു ജംഗ്ഷനിൽ വെച്ച്, കോഴിക്കോട് ജില്ലയിലെ ഒരു ജംഗ്ഷനിൽ വെച്ചുണ്ടായ സംഭവമാണ്. ഒരു സംഭവം എന്ന് പറയുന്നത്, പയ്യോളിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ പ്രഭാഷണം പയ്യോളിയിൽ നമുക്കറിയാം PT ഉഷയുടെ നാട്ടിൽ, അവിടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ വരേണ്ടതായിരുന്നു, ഞാൻ ഈ സന്ദേശം നേരത്തെ കേൾക്കേണ്ടതായിരുന്നു. അന്നത്തെ നമ്മുടെ സന്ദേശങ്ങളിലെല്ലാം, അന്നും ഇന്നും എല്ലാ സന്ദേശത്തിലും നമ്മൾ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. അങ്ങനെ സാമൂഹിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാൻ മസാല ഉപയോഗിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേട്ട ആ സഹോദരൻ പറഞ്ഞു, ഞാൻ നിരന്തരമായിട്ട് പാൻ മസാല ഉപയോഗിക്കുന്ന ആളായിരുന്നു. നിങ്ങൾ നേരത്തെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആ ശ്രമം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ക്യാൻസർ പിടിപെട്ടു. എൻ്റെ കീഴ്ത്താടി ഓപ്പറേഷൻ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ കാര്യം, എന്നെ കാണാൻ ഇപ്പോൾ ഒരു കുരങ്ങനെ പോലെയല്ലേ ഇരിക്കുന്നതെന്ന്. ഞാൻ ഈ കാര്യം പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിനെ വളരെയധികം തട്ടിയ ഒരു സംഭവമാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മനുഷ്യൻ്റെ വാക്കുകൾ. അതുകൊണ്ടാണ് ഇന്നും പരസ്യയോഗം വളരെ പ്രസക്തമാണെന്ന് പറയുന്നത്. ഇന്നത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന, അവരറിയാതെ ചെയ്യുന്ന പല തിന്മകൾക്കുമെതിരെ ശക്തമായ സന്ദേശവാഹകരായി നിൽപ്പാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, അത് നാം ഒരിക്കലും വെറുതെ കളയരുത്. ആ അവസരങ്ങൾ ഏറ്റവും മനോഹരമാണ്, നമ്മളത് ചെയ്തേ മതിയാകുകയുള്ളൂ. ഇത് മാത്രമല്ല, കുമ്പനാട് വെച്ച് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സുവിശേഷ വിരോധികൾ നമ്മളെ തല്ലും എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പരസ്യയോഗം നടത്തിയിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പരസ്യയോഗം നടത്തി കഴിഞ്ഞാൽ ആളുകൾ തല്ലാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ബാബു എന്ന് പറയുന്ന മണ്ണുത്തി ശാരം ചർച്ചിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന് വളരെ ആഗ്രഹം അവിടെ പരസ്യയോഗം നടത്തണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് അവിടെ പോയി പരസ്യയോഗം നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരസ്യയോഗം നടത്താൻ കുഴപ്പമില്ല, തല്ല് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണല്ലോ, നമുക്ക് തല്ല് കിട്ടുകയാണെങ്കിൽ തല്ല് കിട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ഞാൻ ഈ പരസ്യയോഗത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് സുവിശേഷ വിരോധികളോ സുവിശേഷ പ്രശ്നങ്ങളുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ ഇതെല്ലാം നാടൻ പാട്ടുകൾ പാടാറുണ്ട്. അതിൽ ഒരു പാട്ടാണ് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് എന്നുള്ള ആ പാട്ട്. പിന്നെ ചില നാടകഗാനങ്ങൾ ഞാൻ പാടാറുണ്ട്, ചില കവിതകൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്, ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിലെ ചില ചരിത്രങ്ങൾ അല്ലെങ്കിൽ നാടക സംഭവങ്ങൾ വിവരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്ന് ഞാൻ ഈ പരസ്യയോഗത്തിന് നിന്നപ്പോൾ ഞാൻ ഈ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളുകുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ എന്നുള്ള പാട്ടുപാടി ആണ് പരസ്യയോഗം തുടങ്ങിയത്. അങ്ങനെ പരസ്യയോഗം തുടങ്ങി മുമ്പോട്ട് പോയപ്പോൾ ഉണ്ടായ സംഭവം, തല്ലാൻ സാധ്യതയുള്ള ആളുകളെല്ലാം വന്ന് ഇതിൻ്റെ ചുറ്റും ഇരുന്ന്, വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഇരുന്ന് ഈ പരസ്യയോഗം വളരെയധികം ശ്രദ്ധിച്ചു. അവസാനം ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച്
അവിടെ പറഞ്ഞു. ഞാനൊരു കാര്യം വളരെ വ്യക്തമാക്കാം. എന്തെല്ലാം പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കുന്ന, എൻ്റെ സുഹൃത്തുക്കൾ പ്രസംഗിക്കുന്ന പരസ്യയോഗത്തിൽ ഒരു കാര്യം ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ പ്രഖ്യാപിക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഞങ്ങൾ ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ മാത്രമേ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമുള്ളൂ എന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. അത് പറയാതെ ഒരു പരസ്യവും ഞങ്ങൾ നിർത്താറില്ല. അത് ഏറ്റവും ഫോക്കസ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് യേശുക്രിസ്തു പാപമോചകൻ ആണ് എന്ന് കൃത്യമായി ഞങ്ങളുടെ എല്ലാ പരസ്യങ്ങളിലും ഞങ്ങൾ കൃത്യമായി പറയാറുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഇപ്രകാരമുള്ള പാട്ടുകളും ഇങ്ങനെയുള്ള ചില കവിതകളും നാടകഗാനങ്ങളെല്ലാം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് ആ സ്ഥലത്ത് പ്രസംഗിച്ചു. തല്ലുമെന്ന് വിചാരിച്ചു പോയ സ്ഥലത്ത് അത്ഭുതമെന്ന് പറയട്ടെ, പ്രസംഗത്തിന്റെ അവസാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടോ എന്ന് വാട്ടർ കോൾ കൊടുത്തപ്പോൾ 3 പേര് ഞങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുമടക്കി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മനസ്സിന് സമാധാനമില്ല, മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളെ വിടുവിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ച് ഞങ്ങളുടെ മുമ്പിൽ ഈ സുവിശേഷ വിരോധികൾ അവിടെ ഇരിപ്പുണ്ടെന്ന് ഓർത്തോണം. ആ സമയത്താണ് 3 പേർ വന്ന് മുട്ടുമടക്കിയത്. അവരുടെ തലയിൽ കൈവച്ച് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് അവരെ സന്തോഷത്തോടെ അവരുടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയച്ച സംഭവം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രസംഗിച്ചു വരുന്ന സമയം പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത്, അതിജീവിക്കാനുള്ള ബുദ്ധി ദൈവം ഓരോ സമയത്തും ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് കുമ്പനാട് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരച്ഛൻ വന്നത്. ഒരച്ഛൻ വന്നിട്ട് ഞങ്ങളെ തെറി വിളിക്കാൻ തുടങ്ങി. സാധാരണ രീതിയിലുള്ള തെറിവിളിയല്ല, അച്ഛനിൽ നിന്നൊരു ഡീസന്റ് തെറിവിളിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് ഒരു യാക്കോബപ്പയല്ലേ അച്ഛനായിരുന്നു. അത് അങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ തലയിൽ കറുത്ത ആ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ട് അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിയാണ്. അവിടെ നിന്ന് ദൂരെ നിന്ന് ഞങ്ങളെ നോക്കി കൈ ചൂണ്ടി വിളിക്കുന്നു. സാധാരണ സുവിശേഷ വിരോധികൾ ഞങ്ങളെ തെറിവിളിക്കുകയോ അപ്രകാരമുള്ള കാര്യങ്ങളോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ ഈ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ദയവ് ചെയ്ത് തെറിയൊന്നും വിളിക്കരുത്, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുമ്പനാട് അച്ഛന് കാര്യങ്ങൾ അത്ര കൃത്യമായിട്ട് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാകത്തോണ്ടാണോ എന്നറിയില്ല, കൃത്യമായിട്ട് അച്ഛൻ ഞങ്ങളെ തെറി വിളിച്ചു. അവസാനം അച്ഛനോട് പറഞ്ഞു, അച്ഛാ തെറി വിളിക്കരുതെന്ന് പറഞ്ഞ് അച്ഛനെ ശാന്തമാക്കി. അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടെ അവിടുന്ന് പറഞ്ഞ് അയക്കേണ്ടതായിട്ട് വന്നു. ഇതുവരെ ഞങ്ങളെ തെറി വിളിച്ച് ആരുടെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തോട് 2 വാക്ക് ഒക്കെ പറയേണ്ടതായിട്ട് വന്നു. അത് പറയുകയും ചെയ്തു. അദ്ദേഹം പിന്നെ ശാന്തമായി അവിടുന്ന് പോയ ഒരു അനുഭവവും ഉണ്ട്. അപ്പോൾ സുവിശേഷ വിരോധികളെന്ന് നമ്മൾ വിചാരിക്കുന്നവരല്ല പലപ്പോഴും നമ്മൾക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് എതിരായി വരുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ എൻ്റെ സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. ആലപ്പുഴയിലെ ബോട്ടിലൂടെ പോയി സുവിശേഷം പറയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയ സാംസണാണ് അന്ന് എൻ്റെ കൂടെ. പാസ്റ്റർ ജോമോൻ, പാസ്റ്റർ ബിനു, അങ്ങനെയുള്ള ദൈവദാസന്മാരുണ്ട്, ജോമോൻ ജോസഫ്, അവരൊക്കെ ഉണ്ട്. അങ്ങനെ ബോട്ടിലൂടെ കടന്നുപോയി സുവിശേഷം പങ്കുവച്ച ചരിത്രം ഞാൻ ഓർക്കുകയായിരുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു അന്ന് വേറെ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിലെ മറ്റു ചില ദൈവദാസന്മാരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി ഇത് മാത്രമല്ല, ഈ സുവിശേഷ പ്രവർത്തനത്തിൽ തികച്ചും വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പോകാറുള്ളത്. അങ്ങനെ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പോകുന്ന ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാസർഗോഡ് നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ യാത്ര. പ്രിയ ജോമൻ ജോസഫ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ യാത്രയെ പറ്റി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ കണ്ണൂരെത്തിയപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഭക്ഷണത്തിന് പണമില്ല. യാത്ര തുടങ്ങി 1-ാം ദിവസമാണ്. അതിൽ സീനിയറായിട്ടുള്ള ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ കൂടെയുള്ള 10-12 സഹോദരന്മാർ അവർ ചോദിച്ചു, ബിൽച്ച എന്താണ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്ന് ഇവിടെ രാവിലെ നമുക്ക് യാത്ര തുടരണം കണ്ണൂരിൽ നിന്ന്. നമ്മുടെ കയ്യിൽ പണമില്ല, വഴിയിൽ വെച്ച് വാഹനം നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ 2-3 വാഹനമുണ്ട്. അപ്പോൾ അതിൽ ഡീസലോ പെട്രോളൊക്കെ അടിക്കണം, പിന്നെ ഞങ്ങൾക്ക് പെട്രോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഇതിനൊന്നും ഞങ്ങളുടെ കയ്യിൽ പണമില്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് മുമ്പോട്ട് പോകാം, പെട്രോൾ അവിടെ തീരുന്നോ, അവിടെ വാഹനം ഇടാം, അവിടെ വാഹനം ഇട്ടിട്ട് അവിടെ നമുക്ക് കിടക്കാം, ദൈവം അവിടെ പണം കൊണ്ടുതരും എന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക് കേട്ട് എല്ലാവരും രാവിലെ റെഡിയായി. ഞങ്ങൾ ആദ്യത്തെ പരസ്യയോഗം കണ്ണൂര് സ്റ്റാൻഡിൻ്റെ അകത്തായിരുന്നു, പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അകത്ത് പരസ്യയോഗം നടത്താൻ വേണ്ടി ചെന്നു. അന്ന്
ബഹുമാനപ്പെട്ട പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ കണ്ണൂരുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾ പരിശോധന നടത്തി വരുന്നു എന്നറിഞ്ഞ് തലേന്ന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ രാവിലെ നിങ്ങൾ ആദ്യത്തെ പരിശോധനയിൽ ഞാൻ വന്ന് പ്രസംഗിക്കാം. അങ്ങനെ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എത്രയോ കൺവെൻഷന് പ്രസംഗിച്ച എത്രയോ ഉന്നതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പെട്ടെന്ന് അവിടെ വന്നു. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം അരമണിക്കൂർ അവിടെ തൻ്റെ ആ ശൈലിയിൽ പരസ്യയോഗം വളരെ ഭംഗിയായിട്ട് പ്രസംഗിച്ചു. താൻ പരസ്യയോഗം പ്രസംഗിച്ചിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ എനിക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ കുറച്ച് പണമുണ്ട്, ഇത് നിങ്ങളുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പണം ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെച്ച് എന്തെങ്കിലും ആവശ്യത്തിന് പണം വേണ്ടി വന്നാൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക, നിങ്ങൾ ഒരു അക്കൗണ്ട് നമ്പർ തരിക. ഇത് ആരോട് പറയരുതെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞായിരുന്നു, ഇന്ന് പറയാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറയുവാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടെ, പ്രിയ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, അന്ന് അത് 3000 രൂപ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അന്ന് അദ്ദേഹം തന്നത് 3000 രൂപയായിരുന്നു. ആ 3000 രൂപ കൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഒക്കെ പെട്രോൾ അടിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളായി ഞങ്ങൾ മുമ്പോട്ട് യാത്ര തിരിച്ചു. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനെ പിന്നെ ഒരിക്കലും വിളിക്കേണ്ടതായിട്ട് വന്നില്ല. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ആ യാത്രയിൽ 2 ലക്ഷത്തി ചില്ലുവാനും രൂപ ഞങ്ങൾക്ക് ചിലവായി. ഈ പണം എല്ലാം തന്നെ അതത് സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിച്ചിട്ട് ഞങ്ങൾക്കത് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ എന്നെ കൊട്ടാരക്കരയിലുള്ള ജോൺസൺ അച്ചായന് ഇത് കേൾക്കുന്നുണ്ട്, എഞ്ചിനീയർ ജോൺസൺ അച്ചായൻ. അച്ചായൻ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അച്ചായനും ഞങ്ങൾ കൊട്ടാരക്കര ചെന്നപ്പോൾ ആ മേഖലയിൽ, കൊല്ലം മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹവും ആവശ്യത്തിലധികം ആദ്യം കുറച്ച് തുക കൊണ്ട് തന്നിട്ട് ചോദിച്ചു, ഇത് മതിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോരാ, ഇച്ചിരൂടെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വീണ്ടും ഞങ്ങളുടെ കയ്യിൽ പണം കൊണ്ട് തന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അകത്ത് ഒരാഗ്രഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വിളിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പോട്ട് പരസ്യയോഗത്തിന് വേണ്ടിയിട്ട് ദൈവം ഇന്നും എന്നും ആളുകളെ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കരുതി വച്ചിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ സ്ഥലങ്ങളിൽ പരസ്യയോഗത്തിനു ശേഷം ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ചായ മേടിച്ചു വന്നിരിക്കുന്നു, നാരങ്ങ വെള്ളം മേടിച്ചു വന്നിരിക്കുന്നു. ഇതൊന്നും പെന്തക്കോസ്തുകാരോ ഇനിയും ഈവൻ ക്രിസ്ത്യാനികളോ അല്ല കേട്ടോ. ഇതെല്ലാം ചെയ്തത് ഹിന്ദുക്കളായിട്ടുള്ള, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ. അവർ ചായ മേടിച്ചു തരുന്നു, അവർ ഭക്ഷണം മേടിച്ചു തരുന്നു, അവർ പല രീതിയിലുള്ള കാര്യങ്ങളിലൂടെ ഞങ്ങളെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടും ഒക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഈ പരസ്യയോഗത്തിൽ. പെന്തക്കോസ്തുകാരൊന്നും അല്ല, പെന്തക്കോസ്തുകാർ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികൾ കാണുവാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരസ്യയോഗം ഔട്ട് ഓഫ് ഫാഷനാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ വിഡ്ഢിയുടെ ലോകത്താണെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ഭൂമിയിൽ, ഇന്ന് കേരളത്തിൽ സുവിശേഷ യോഗത്തെക്കാൾ ഫലപ്രദമായി നടത്താൻ സാധിക്കുന്നത് പരസ്യയോഗമാണെന്ന് ജീവിതാനുഭവത്തിൽ ഞാൻ കണ്ടുപഠിച്ച കാര്യം. എൻ്റെ മാത്രമല്ല, എൻ്റെ മുമ്പിൽ എൻ്റെ പിതാവ്, അദ്ദേഹം ഒരു നല്ല പരസ്യയോഗ പ്രഭാഷകനും പരസ്യയോഗം നടത്തുന്ന ആളുമായിരുന്നു. അന്ന് കാലഘട്ടം മുതൽ ഞാൻ അവരോട് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, പരസ്യയോഗം അതിനെ മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കില്ല. ഇനി ആര് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ആര് ഏതെല്ലാം രീതിയിൽ പരസ്യയോഗത്തെ എതിർത്താലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പരസ്യയോഗം പോലെ സുവിശേഷം പങ്കുവെക്കുവാൻ പറ്റിയ ഒരു സ്ഥലം, ആളുകൾ കേൾക്കുന്ന ഒരു സ്ഥലം. എത്രയോ ആളുകൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, എത്രയോ ട്രാക്റ്റുകൾ ആളുകൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു പരസ്യവും നടത്തി. ചാലക്കുടിയിൽ ഈ ഇവാഞ്ചലിസം, ഞാനിപ്പോൾ ഇവാഞ്ചലിസം ബോർഡിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ അവിടെ നടത്തിയ ഒരു പരസ്യയോഗത്തിൽ സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന് പോയ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ട്രാക്റ്റ് കൊടുത്തു വിട്ടു. ആ ട്രാക്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ അമ്മ അത് വായിച്ചു. അമ്മ വായിച്ചിട്ട് ആ ട്രാക്റ്റിൽ ഉണ്ടായിരുന്ന ഫോൺ നമ്പർ, ഞങ്ങളുടെ സുഹൃത്ത് പാസ്റ്റർ ഫിന്നി അവിടെ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്നു, ഒരു പുതിയ പ്രവർത്തനമാണ്. അവർ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു.
പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ആ സഭയിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു കുടുംബം അവരാണ്. ആ സഭയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം അദ്ദേഹം അവിടെ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം 1.5 മാസത്തിനുള്ളിൽ ആദ്യ ഫലമായിട്ട് ആ കുടുംബം വന്നു. അത് ഇവാഞ്ചലിസം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരസ്യോഗത്തിൽ നിന്നായിരുന്നു ആ കുടുംബം അവിടെ എത്തിച്ചേർന്നതെന്ന് പറയുമ്പോൾ പരസ്യോഗ ഇന്നും വളരെയധികം പ്രസക്തമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി പരസ്യോഗത്തില് പല രീതിയിലുള്ള പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാകാം. എന്നാൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ നമ്മെ ശക്തമായി ദൈവം തമ്പുരാൻ ഉപയോഗിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എൻ്റെ കൂടെ പരസ്യോഗത്തിൽ വരുന്ന ദേവദാസന്മാർ പാസ്റ്റർ ജോമോൻ ജോസഫ് കണ്ണൂര്, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, സജോ തോണിക്കുഴിയിൽ, ബിനു എബ്രഹാം, സാംറ്റി മുഖത്തല, ഇവരൊക്കെ പരസ്യോഗത്തിൽ അതിശക്തമായിട്ട് എന്നോടൊപ്പം ഇപ്പോൾ കടന്നു വരുന്ന ദേവദാസന്മാരാണ്. ഞങ്ങൾ ഒരുമിച്ച് എത്രയോ സ്ഥലങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ കേരളത്തിൽ ദൈവം അവസരങ്ങൾ നൽകി. 14 ജില്ലകളിൽ യാത്ര ചെയ്യാനും പ്രസംഗിക്കാനും ദൈവം അവസരങ്ങൾ നൽകി. അതൊന്നും ഒരിക്കലും വെറുതെ ആയിട്ടില്ല. പ്രിയ ബ്ലസൻ ജോർജ് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലസൻ ജോർജ് പരസ്യോഗത്തിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം വളരെ ശക്തമായിട്ട് പരസ്യോഗത്തിൽ പ്രസംഗിക്കാൻ കഴിവുള്ള കാലിബറുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തതായിരുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പരസ്യോഗത്തിൽ വളരെ ഭംഗിയായിട്ട് പ്രസംഗിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ ഒരു പ്രത്യേക ശുശ്രൂഷ എന്ന് പറയുന്നത് ഞങ്ങൾ മറ്റുള്ളവരെ ഇപ്പോൾ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള ഞങ്ങളുടെ ശാരം ചർച്ചിലുള്ള സഹോദരന്മാരെ, ദൈവദാസന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ഗ്രാമങ്ങളിൽ കടന്നുപോയി ഒരു ചെറിയ കടയുണ്ടെങ്കിൽ 5-6 പേരുണ്ടെങ്കിൽ അവിടെ പരസ്യോഗം നടത്തുന്നു. ഞാനല്ല പ്രസംഗിക്കുന്നത്, എൻ്റെ കൂടെയുള്ള സഹോദരന്മാരെ അതിന് പരിശീലിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിന് മുമ്പുള്ള ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരാഴ്ച പോലും വെറുതെ ഇരുന്നിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ എത്രയോ പരസ്യോഗങ്ങൾ ആയിരുന്നു ഞങ്ങൾ നഷ്ടമായെന്നറിയാമോ പ്രിയ ജോമൻ ജോസഫ് പാസ്റ്ററും മറ്റ് പ്രിയപ്പെട്ടവരായിട്ട്. മറ്റൊരു കാര്യം കൂടെ പറയാം. ഞാൻ പരസ്യോഗം പ്രസംഗിച്ചതുകൊണ്ടുണ്ടായ ഒരു നേട്ടം, എനിക്കൊരു നേട്ടം ഉണ്ടായി. അത് മാത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയും പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഭാര്യയും പരസ്യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് താല്പര്യപ്പെട്ടു. അങ്ങനെ ദാസ് ആൻറ്റി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പ്രിയ ഷീല ആൻറ്റി, ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പ്രിയ ആൻറ്റിയുടെ അകത്തും സുവിശേഷം പബ്ലിക്കായി പോയി നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ പ്രസംഗിക്കാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ പ്രിയ ഷീല ആൻറ്റി ദൈവം പരസ്യയോഗങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഭാര്യയും പ്രിയ ഷീല ആൻറ്റിയും ഒക്കെ പരസ്യയോഗം പ്രസംഗിക്കുന്നതിന് ഞാൻ സാക്ഷി വഹിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോൾ എൻ്റെ ജോലി ഇവരെ ഈ സ്ത്രീകൾ തന്നെ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ഇവരെ വാഹനത്തിൽ കൊണ്ടുപോവുക, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവരെ പ്രസംഗിപ്പിക്കുക. ഇങ്ങനെ കാര്യം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്ക് ആണുങ്ങൾക്ക് മുമ്പോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതിയായി. അപ്പോൾ സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവരികയാണെങ്കിൽ പരസ്യയോഗത്തിൽ അവർ ശക്തമായിട്ട് നിൽക്കും. അങ്ങനെ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം, ഷീലാൻറ്റിയുടെ നേതൃത്വത്തിൽ എൻ്റെ ഭാര്യയെ പ്രസംഗിക്കുന്നു, പിന്നെ മറ്റ് പല സഹോദരിമാരും പ്രസംഗിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ജോമൻ ജോസഫിൻ്റെ വൈഫ് ബിനി ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാരത്തി പ്രസംഗിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പല സഹോദരിമാരും ഇപ്പോൾ പരസ്യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ അകത്ത് പരസ്യോഗം നടത്താനുള്ള ഒരു തീ അകത്തുണ്ടെങ്കിൽ, ആ പരസ്യോഗത്തിന് സുവിശേഷത്തെ എൻ്റെ ഒരു തീ അകത്തുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളതൊന്നും പ്രശ്നമല്ല. എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം ഈക്കോ വാഹനമായിരുന്നു. അത് ഏകദേശം 1,85,000 കിലോമീറ്ററാണ് ഓടിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഓടിയത് പരസ്യോഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ വാഹനം ഓടിയത്. അവസാനം അത് ഏതാണ്ട് അവസാനിച്ചപ്പോൾ ഞാൻ ആ വാഹനം വിൽക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടിയ വാഹനവും ഇനിയും രസകരമായൊരു സംഭവമുണ്ട്. പരസ്യോഗം നടത്താനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു കാലമുണ്ട്. അതും കൂടെ ഞാൻ പറയാം. അതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമുണ്ട്. ഈ ചെറിയ ബോക്സിൽ പോയി പ്രസംഗിച്ച് തൊണ്ട പൊട്ടിയ കാലഘട്ടമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് മാത്രം ഇതൊന്നും തരാൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ദൈവം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. അത് മറ്റാരുമല്ല, ആശാരി ഉദ്ദേശിച്ചിട്ട് മകൻ രാജൻ. അദ്ദേഹം അമേരിക്കയിൽ വിസിറ്റിങ്ങിന് പോയേക്കായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ വിസിറ്റിങ്ങിന് പോയി അവിടെ ചെന്ന സമയത്ത് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? അവിടെ ചെന്ന് അദ്ദേഹം വിസിറ്റിങ്ങിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ മുഖം ദൈവം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബിജു ജോസഫിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ചു. എനിക്ക് ആരാന്നറിയില്ല, വിദേശ നമ്പറാണ്. അദ്ദേഹം പറഞ്ഞു, ബിജു ജോസഫ് അല്ലേ? അതെ.
എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു സുഖമായിരിക്കുന്നു. ഇപ്പോൾ എന്താണ് കാര്യങ്ങൾ, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഇപ്പോൾ പരസ്യയോഗമുണ്ട്, BBS ഉണ്ട്, മറ്റു പല പ്രവർത്തനങ്ങളുണ്ട്, മുമ്പോട്ട് പോകുന്നു. അടുത്ത ചോദ്യം, നിനക്ക് എന്താണ് ഇപ്പോൾ അത്യാവശ്യം? ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൗണ്ട് സിസ്റ്റം കിട്ടിയാൽ കൊള്ളാം, ഞങ്ങളുടെ പ്രവർത്തനത്തിന് അനുഗ്രഹമായിരിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അടുത്ത ചോദ്യം, എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല രാജ, ആശാര്യുദ്ദേശിക്കും മക്കളായ രാജന് കൃത്യമായിട്ട് സൗണ്ട് സിസ്റ്റം എത്ര വേണമെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് നീ പറയാൻ പറഞ്ഞു. എന്നാലും നീ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു 25,000 രൂപ മതിയായിരിക്കും എന്നുള്ള എൻ്റെ ഒരു അസംഷനെ ഞാനങ്ങ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 25,000 രൂപയ്ക്കൊന്നും സൗണ്ട് സിസ്റ്റം ഇപ്പോൾ കിട്ടില്ല, ഒരു പണി ചെയ്യേ, നിൻ്റെ പേര് പറയാൻ പറഞ്ഞു. എൻ്റെ പേര് കൃത്യമായിട്ട് ഉള്ള പേര്, എൻ്റെ ID പ്രൂഫിലുള്ള പേര് പറഞ്ഞു കൊടുത്തു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു 40,000 രൂപ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്, നീ ഒരു സൗണ്ട് സിസ്റ്റം മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് 2,000 രൂപ കടം കൂടെ മേടിച്ചിട്ട് 42,000 രൂപയ്ക്ക് ഒരു ചെറിയ സൗണ്ട് സിസ്റ്റം അന്ന് മേടിച്ചു. അതിലൂടെ എത്രയോ സ്ഥലങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകി തന്നിട്ടുണ്ടെന്നറിയാമോ? ഞാനതാ പറഞ്ഞത്, നമുക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു വാഹനം, ഒരു സൗണ്ട് സിസ്റ്റം, ചെറിയ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിലെല്ലാം ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് പരിശോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെ സുവിശേഷ പ്രഭാഷണങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാടൻ പാട്ടുകൾ പാടാറുണ്ട്, നാടകഗാനങ്ങൾ പാടാറുണ്ട്, ഞാൻ കവിതകൾ പാടാറുണ്ട്, ഞാൻ ഷേക്സ്പിയറിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള നോവലുകളിലുള്ള ചില ഭാഗങ്ങൾ പരസ്യങ്ങളിൽ പറയാറുണ്ട്. ഇതുകൊണ്ട് എന്നെ വിമർശിച്ച ആളുകളുണ്ട്, എന്നെ വളരെയധികം വിമർശിച്ച ആളുകളുണ്ട്, എന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വളരെയധികം തെറ്റായ രീതിയിൽ എന്നെ വിമർശിച്ച ആളുകളുണ്ട്, എൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ച ആളുകളുണ്ട്, അവസാന ആണിയും അടിച്ചു, ഇനി ബിജു ജോസഫ് പരസ്യയോഗത്തിൽ പ്രസംഗിക്കുകയില്ല എന്ന് വിചാരിച്ച ആളുകളുണ്ട്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം. അതിനുശേഷം എന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കളിയാക്കിയതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് വലിയ അവസരങ്ങളാണ്. അതിനുശേഷമാണ് ഞാൻ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയത്. നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ഫലമുള്ളത് കൊണ്ടാണ് നിങ്ങളെ വിമർശിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഗുണമുള്ള കാര്യം ദൈവരാജ്യത്തിന് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് വേണ്ടാത്തതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്നത്. അത് ദൈവം നമ്മളെ ഉപയോഗിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എത്രയോ സ്ഥലങ്ങളിൽ ഈ ലോക്ക്ഡൗൺ അല്ലായിരുന്നെങ്കിൽ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടാകുമായിരുന്നില്ല. കാരണം ഞങ്ങളെല്ലാവരും എപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നവരാണ്, പരസ്യവുമായിട്ട് ഏതെങ്കിലും കവലയിൽ നിൽക്കുന്നവരാണ്. വെയിൽ കൊണ്ട് ശരീരം നോക്കാതെ, കുടുംബത്തിലെ കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ നോക്കാതെ, എല്ലാം ഈ കർത്താവിന് വേണ്ടി ആവോളം അധ്വാനിപ്പാൻ ഇതുവരെ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ദിവസം പരസ്യയോഗത്തിന് പ്രസംഗിക്കാതിരിക്കുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. പരസ്യയോഗത്തിന് പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ മനസ്സിനൊരു ചെറിയ സന്തോഷവും ഒരു സമാധാനമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങൾ കടന്നു വരട്ടെ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല. തുടർന്നും എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ ഇനി കിടക്കുന്നു. എത്രയോ ഗ്രാമങ്ങൾ ഞങ്ങളെ സഹോദരന്മാരെ നമ്മളെ നോക്കിക്കൊണ്ട് കാത്തിരിക്കുന്നു. നമ്മളെ നോക്കിക്കൊണ്ട് എത്രയോ ആളുകൾ കാത്തിരിക്കുന്നു നമ്മുടെ ശബ്ദം കേൾപ്പാനായിട്ട്. എത്രയോ സ്ഥലങ്ങളിൽ ആളുകൾ ഓടിക്കൂടിയ സംഭവ ചരിത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പരസ്യയോഗം നടത്തിയിട്ട് ഇതുവരെ പരസ്യയോഗം നടത്തിയത് കൊണ്ട് എന്തെങ്കിലും അവാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക നന്മയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാം, ദൈവം സമയാസമയങ്ങളിൽ എല്ലാം നൽകി തരുന്നു. ഇതുവരെ ദൈവം തമ്പുരാൻ വഴി നടത്തി, തുടർന്ന് ഈ ദൈവം നമ്മളെ വഴി നടത്തും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പറയാം, പരസ്യയോഗത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. പരസ്യയോഗം മാത്രമേ ഉള്ളൂ. എന്ത് വില കൊടുത്തും നമ്മൾ ഈ കേരളത്തിൽ മുഴുവനായിട്ട്, പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കാൻ പരസ്യയോഗത്തിന് സാധിക്കും. പ്രത്യേകിച്ച് വടക്കൻ മേഖലയിലുള്ള ആളുകൾ വായനാശീലമുള്ളവരാണ്. അവരോട് സുവിശേഷം പറയുമ്പോൾ അവർ കേൾക്കും. അവർ ഉപദ്രവിക്കുന്നവരല്ല പല ആൾക്കാരും, വളരെ വിരലെണ്ണാവുന്നവർ മാത്രമേ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് കടന്നു വരികയുള്ളൂ. പരസ്യയോഗം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങളെ വളർത്തിയെടുക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകി തരാം, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ കവലകളിൽ 1 മിനിറ്റ് ആവട്ടെ, 2 മിനിറ്റ് ആവട്ടെ, 5 മിനിറ്റ് ആവട്ടെ, 10 മിനിറ്റ് ആവട്ടെ, അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞാണ് നമ്മൾ തുടർന്ന് അരമണിക്കൂർ പ്രസംഗിക്കുന്നത്, 1 മണിക്കൂർ പ്രസംഗിക്കുന്നത്. അതൊക്കെ അങ്ങനെ പഠിക്കുവാനായിട്ട്, അങ്ങനെ ഒരു അവസരം ലഭിക്കാൻ നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും
എന്നെ നിങ്ങൾക്ക് വിളിക്കാം, ജോമോൻ പാസ്റ്റർ വിളിക്കാം, ബിനു പാസ്റ്റർ വിളിക്കാം, സജോ പാസ്റ്റർ വിളിക്കാം, സാംറ്റി മുഖത്തലെ വിളിക്കാം, ഷീലാദാസാന്റിയെ വിളിക്കാം. ഇവരൊക്കെ അതിന് സജ്ജനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റ ആളുകളാണ് പരസ്യയോഗത്തിന്റെ പ്രവർത്തന മേഖലകളിൽ. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായി പത്രം വായിക്കണം, നന്നായി പുസ്തകങ്ങൾ വായിക്കണം, സമകാലികമായ ചിന്തകൾ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എപ്പോഴും അപ്ഡേഷൻ വേണം. കണക്കുകളുണ്ട്, പോലീസ് വിടുന്ന കണക്കുകളുണ്ട്, സർക്കാർ വിടുന്ന കണക്കുകളുണ്ട്. അതെല്ലാം എപ്പോഴും അപ്ഡേഷൻ നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെരുവിൽ നിന്ന് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ആദ്യമായി പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കും, ഇപ്രകാരമുള്ള ആളുകൾ മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അല്പം വിവരവും ബോധമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. ഇവിടുത്തെ പ്രിയ ജോമോൻ പാസ്റ്ററെ ആരോ വിളിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു തെണ്ടി പ്രസംഗി എന്ന്. തീർച്ചയാണ്, തെരുവ് പ്രസംഗകരെ തെണ്ടി പ്രസംഗിയെന്നും മറ്റ് പല രീതിയിലും കളിയാക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ അത്രയും സുവിശേഷ വേല ചെയ്യുന്ന മറ്റാരും ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഭവന സന്ദർശനം നടത്തുന്ന സുവിശേഷ വേലക്കാരെ, അവരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഭവനങ്ങളിൽ കയറിയിറങ്ങി സുവിശേഷം ആത്മാർത്ഥമായി പറയുന്നത്. രണ്ടാമത് നിൽക്കുന്നത് തെരുവിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവർ. എത്രയോ അനുഭവങ്ങൾ ഇനി പറയാനുണ്ട്. സമയം അല്പം മുമ്പോട്ട് പോയി. എനിക്ക് അവസരം നൽകി തന്ന എൻ്റെ സ്നേഹിതന്മാരോട്, പ്രത്യേകിച്ച് ഡാനിയൽ മുട്ടപ്പള്ളിയോട് വളരെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഇനിയും ഒരുമിച്ച് ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സുവിശേഷവുമായിട്ട് കടന്നു പോകാം. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സുവിശേഷം കേരളത്തിൽ മുഴുവൻ പ്രസംഗിക്കണമെന്ന്. ദൈവം എനിക്ക് എല്ലാ ജില്ലയിലും പ്രസംഗിക്കാൻ അവസരം നൽകി. അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനത്തും ഒന്ന് പോകണമെന്ന, അവരുടെ ഭാഷയിൽ പറയാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാമല്ലോ, അതിൽ ആഗ്രഹമുണ്ട്. ഞാൻ 10 സംസ്ഥാനങ്ങളിൽ ഓളം ഇപ്പോൾ കടന്നുപോയി ഈ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 19 സംസ്ഥാനത്ത് കടന്നു പോകണം. അതിനുശേഷം അയൽ രാജ്യങ്ങളിൽ കടന്നു പോകണം. ഇത്രയൊക്കെ സ്വപ്നങ്ങളെ എനിക്കുള്ളൂ. അതിന് വലിയ സ്വപ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല. അതുകൊണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വന്നില്ലെങ്കിൽ സാധ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പ്രോത്സാഹനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എൻ്റെ സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ച് എൻ്റെ പിതാക്കന്മാരോട്, മാതാവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ കുടുംബത്തിലുള്ളവരോട്, എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.